ഭാവന ബിഗ് ബോസിന്റെ ആങ്കർ ആയിട്ട് വരാൻ പോകുന്നു. ബിഗ് ബോസിനെക്കാളും വെട്ടിക്കുന്ന പരിപാടിയായിട്ട് വരാൻ പോവാണ് കോമഡി കുക്സ്. അതായത് നമ്മുടെ കുക്ക് വിത്ത് കോമഡിയുടെ സീസൺ 2. പക്ഷേ ഇതിനകത്ത് നിറച്ച് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആണ്. ലാലേട്ടനില്ല, പകരം ഭാവനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയക്കകത്ത് നടക്കുന്ന സംഭവങ്ങൾക്കെതിരെ ഭാവന പ്രതികരിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവം എന്നുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ കുക്ക് വിത്ത് കോമഡി 2 കണ്ടസ്റ്റൻസ് മുഴുവൻ ബിഗ് ബോസ് താരങ്ങളാണ്. അതോടൊപ്പം തന്നെ മറ്റു കുറച്ച് ആൾക്കാരും കൂടിയുണ്ട്. ഏപ്രിൽ 18 മുതലാണ് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ഭയങ്കര വലിയൊരു TRPയിൽ മാറ്റം വരുമോ, ബിഗ് ബോസിനെ കടത്തി വെട്ടുമോ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ച നടക്കുവാണ്. അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ ഈ ടോപ്പിക്കിനെ കുറിച്ചൊന്ന് ഡിസ്കഷൻ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഞാൻ അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയൽസിന്റെ അപ്ഡേറ്റ്സിനായിട്ടും അതുപോലെ തന്നെ റിയാലിറ്റി ഷോയുടെ അപ്ഡേറ്റ്സിനായിട്ടും നമ്മുടെ ചാനൽ, നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജൊക്കെ ഫോളോ ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറന്നു പോവരുത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഭാവനയെ കാണിച്ചുകൊണ്ടുള്ള ഒരു ടീസർ ആയിരുന്നു ആദ്യം കുക്ക് വിത്ത് കോമഡിയുടെ, അതായത് നമ്മുടെ കോമഡി കുക്സിൻ്റെതായിട്ട് പുറത്തു വിട്ടിരുന്നത്. ഇപ്പൊ രണ്ടാമതായിട്ട് ഒരു പ്രൊമോ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനകത്ത് ഭാവനയും നമ്മുടെ ഷെഫ് നളനെയാണ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഭാവനയോ നളനോ ഒന്നുമല്ല ഇതിനകത്തെ ആങ്കേഴ്സ് ആയിട്ട് വരുന്നത്. ട്വിങ്കിൾ എന്ന് പറയുന്ന ഒരാളാണ് ഇതിൽ ആങ്കർ എന്നാണ് എനിക്കറിയാനായിട്ട് പറ്റിയത്. നമുക്ക് നോക്കാം. പിന്നെ ഇതങ്ങ് ഒരു കാട്ടുതീ പോലെ ബിഗ് ബോസിനെ വെല്ലുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സംഭവത്തിനെ സോഷ്യൽ മീഡിയയിലെ പല ആർട്ടിക്കിൾസ്, ന്യൂസ് പേജസ് ഒക്കെ എടുത്തിരുന്നത്. ഒരു പുല്ലും നടക്കാൻ പോകുന്നില്ല. ബിഗ് ബോസിനെ വെല്ലാൻ എൻ്റെ പൊന്നു മക്കളെ മലയാളത്തിൽ ബിഗ് ബോസേ ഉള്ളൂ. കോമഡി ഷോസും അതുപോലെ തന്നെ ഈ പറയുന്ന കുക്കറി ഷോസ് ഒക്കെ എവിടെ കിടക്കുന്നു, ബിഗ് ബോസ് എവിടെ കിടക്കുന്നു? ദാറ്റ്സ് 24/7 ലൈവ് വിത്ത് കംപ്ലീറ്റ് ഇമോഷൻസ്, നോ ഡ്രാമ, മൊത്തം റിയാലിറ്റി ആണ് അവിടെ. ഇത് റിയാലിറ്റി കുക്കിംഗ് ഷോ ആണ്, കോമഡി ഷോ ആണ്. അപ്പം വ്യത്യാസമുണ്ട്. സോഷ്യൽ മീഡിയ പേജസിൽ വരുന്നത് ഇനി ലാലേട്ടനില്ല, പകരം ബിഗ് ബോസ് താരങ്ങളുമായി ഭാവന. ഇതൊക്കെ അവരവരുടെ ഓരോരോ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. അപ്പൊ ഭാവന തന്നെ അതിനകത്ത് പറഞ്ഞിട്ട് ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞ് ഇന്നലെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഭാവനയൊന്നും അല്ല ഈ പറയുന്ന കണക്ക് കുക്ക് വിത്ത് കോമഡിയുടെ ആങ്കർ, നമ്മുടെ ബിഗ് ബോസിന്റെ ആങ്കർ. അത് ആദ്യം എനിക്ക് അതും കൂടെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് കോമഡി കുക്സിന്റെ വിശേഷങ്ങളിലോട്ട് വരാം. എനിക്ക് തോന്നുന്നു ആ കുക്ക് വിത്ത് കോമഡിയുടെ സീസൺ 1 പൊളിഞ്ഞു പോയതുകൊണ്ടായിരിക്കും കുക്ക് വിത്ത് കോമഡി 2 എന്ന് പറഞ്ഞവർ ഇറക്കാതെ എന്താക്കിയത്, കോമഡി കുക്സ് എന്ന് പറയുന്ന പേരോട് കൂടി അവർ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പ്രൊമോ, ഒരു നീളത്തിലുള്ള ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ അതിനകത്തുണ്ട്. നമ്മുടെ നെവിൻ, ബിഗ് ബോസിലെ ആൾക്കാരുടെ പേര് ആദ്യം പറയാമേ. നെവിനെ കാണിക്കുന്നുണ്ട്, അനുമോളുണ്ട്, ജിസേല്, അൻസിബ, സുചിത്ര, സാബുമോൻ. ഇത്രയും പേര്, ഈ 6 പേര് ബിഗ് ബോസിനകത്തുള്ള ആൾക്കാരാണ്. സീസൺ 7 നിന്നുണ്ട്, 6 നിന്നുണ്ട്, 5 ആരുമില്ല, 4 സുചിത്രയുണ്ട്, 3 2 ആരുമില്ല, 1 സാബുമോനുണ്ട്. പിന്നെ നമ്മുടെ മീനാക്ഷി, അറിയാലോ നമ്മുടെ മീനാക്ഷി, ഡെയിൻ ഡേവിസ്, നമ്മുടെ ജിയോ മച്ചാൻ, പിന്നെ നമ്മുടെ എവിൻ കെവിൻ, 2 ഇരട്ടപ്പിള്ളേരുണ്ടല്ലോ നമ്മുടെ ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരിയിൽ അവര്, നമ്മുടെ ആടലോടകൻ ടീമിന്റെ സുബിൻ ടാർസൻ, നമ്മുടെ സന്ധ്യാമ്മ, കടൽ മച്ചാന്റെ അമ്മ സന്ധ്യാമ്മ, ശ്രീവിദ്യ മുല്ലച്ചേരി. പിന്നെ അതിനകത്ത് കുറെ എനിക്ക് അറിഞ്ഞുകൂടാത്ത കുറെ ആൾക്കാരും ഉണ്ട് കേട്ടോ. 2-3 പേരും കൂടെ എക്സ്ട്രാ ഉണ്ട്. എനിക്ക് അവരുടെ പേരുകൾ കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പൊ ഇത്രയും പേരൊക്കെ ഇതിനകത്ത് പല ടീമുകളായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ഇനി പ്രൊമോയ്ക്ക് വേണ്ടി കാണിക്കുന്നതാണോ അതോ യഥാർത്ഥത്തിൽ അവർ തന്നെയാണോ ടീമെന്ന് എപ്പിസോഡ് വന്നു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. ഏപ്രിൽ 18 ഇതിന്റെ ഗ്രാൻഡ് ലോഞ്ച്. സാറ്റർഡേ സൺഡേ ആണ്. മേ ബി ഒരു 8 മണി ഷോട്ട് അല്ലെങ്കിൽ ഒരു 8:30 ഷോട്ട്. 8 മണി ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. നോക്കാം. അപ്പൊ ഇതാണ് കുക്ക് വിത്ത് കോമഡിയുടെ എനിക്ക് പറയാനുള്ള അപ്ഡേറ്റ്. കുക്ക് വിത്ത് കോമഡി തുടങ്ങട്ടെ, നമുക്ക് അതിനെക്കുറിച്ചുള്ള റിവ്യൂസ് ഒക്കെ ചാനലിൽ ഇടാം. കുക്ക് വിത്ത് കോമഡി വരട്ടെ. പക്ഷേ ഇപ്പോ ഈ പറയുന്ന കുക്ക് വിത്ത് കോമഡി എന്ന് പറയുന്ന സാധനം അവർ മൊത്തത്തിൽ റീവാമ്പ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കോമഡി കുക്സ് ആക്കിയിരിക്കുന്നത്. അതായത് ഫസ്റ്റ് സീസൺ കംപ്ലീറ്റ്ലി തമിഴ് പോലെയല്ല. പക്ഷെ ഞാൻ തിരക്കിയപ്പോഴത്തേക്കും എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് നമ്മുടെ തമിഴിന്റെ അതേ വെർഷനിൽ തന്നെയാണെന്നാണ്. ഓൾറെഡി ഒരു 3 എപ്പിസോഡിന്റെ അടുപ്പിച്ച് കഴിഞ്ഞ ആഴ്ചയും ഷൂട്ട് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത്. 3 എപ്പിസോഡ്സിന്റെ അടുപ്പിച്ച് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ചെന്നൈയിലാണ് ഇതിന്റെ ഷൂട്ട് നടക്കുന്നത്. ഭാവനയും ഷെഫ് നളനും ഇതിന്റെ ആങ്കർ ആയിരിക്കൂല. എനിക്ക് തോന്നുന്നു ലക്ഷണം കണ്ടിട്ട് ആങ്കർ ഞാൻ അറിഞ്ഞത് ട്വിങ്കിൾ ആണെന്നാണ് കേട്ടോ. ട്വിങ്കിൾ, നമ്മുടെ ട്വിങ്കിൾ ആണ് ആങ്കർ എന്ന് ഞാൻ അറിഞ്ഞത്. നമുക്ക് നോക്കാം. ഭാവനയും പിന്നെ ഷെഫ് നളനും ഇതിന്റെ ജഡ്ജസ് ആയിരിക്കും. അതായിരിക്കും നടക്കാൻ പോകുന്നത്. ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ കോമഡി കുക്സിലെ
എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രതീക്ഷകൾ എന്നുള്ള കാര്യം മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതാണ് കോമഡി കുക്സിൻ്റെ ഒരു ചിന്ന അപ്ഡേറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ.